ഇഷാനി മുത്തശ്ശിയുടെ നെഞ്ചിലേക്ക് വീണ് അലറിക്കരഞ്ഞു. അച്ഛനും അമ്മയും അനിയത്തിയും പോയപ്പോൾ താങ്ങായി നിന്ന അവസാനത്തെ തണലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഈ ലോകത്ത് തനിക്കെന്ന് പറയാൻ ആരുമില്ലെന്ന സത്യം അവളെ തളർത്തിക്കളഞ്ഞു. ആ രാത്രി മുഴുവൻ ഒരു അനാഥ പ്രേതം പോലെ അവൾ മുത്തശ്ശിയുടെ ശവമഞ്ചത്തിനരികിലിരുന്ന് കണ്ണീരൊഴുകി. പിറ്റേന്ന് രാവിലെ വിവരമറിഞ്ഞ് നാട്ടുകാർ ഓടിക്കൂടി. വിശ്വനാഥനും കുടുംബവും നാട്ടുകാരുടെ മുന്നിൽ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി മാത്രം അവിടെ എത്തി. മനു മാത്രം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇഷാനി ആരോടും ഒന്നും സംസാരിച്ചില്ല. അവളുടെ കണ്ണുകൾ വറ്റി വരണ്ടിരുന്നു. വിശ്വനാഥൻ മാമൻ വന്ന് അവളെ ആശ്വസിപ്പിക്കാൻ കൈകൾ നീട്ടിയപ്പോൾ അവൾ അയാളെ ഒരു പുച്ഛത്തോടെ നോക്കി മാറി നിന്നു. നാട്ടുകാരുടെ സഹായത്തോടെ ദേവകി മുത്തശ്ശിയുടെ ശവസംസ്കാരം കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞുപോയപ്പോൾ ആ വലിയ പറമ്പിലെ ചെറിയ വീട്ടിൽ ഇഷാനി വീണ്ടും തനിച്ചായി. പുകയൊഴിഞ്ഞ ശ്മശാനം പോലെ ആ വീട് അവളെ നോക്കി പരിഹസിക്കുന്നതായി അവൾക്ക് തോന്നി. മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം ഒരാഴ്ചയോളം ഇഷാനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. കഴിക്കാൻ ആഹാരമില്ലായിരുന്നു. കുടിക്കാൻ വെള്ളം പോലുമില്ലാതെ അവൾ ആ ഇരുണ്ട മുറിയിൽ കഴിഞ്ഞുകൂടി. എന്നാൽ തോറ്റുകൊടുക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അടുക്കള ചുമരിൽ മനുവിനെതിരെ വെട്ടുകത്തിയോങ്ങിയ ആ നിമിഷം അവളുടെ ഉള്ളിലുണ്ടാക്കിയ ധൈര്യം ഇനിയും കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കരഞ്ഞിരുന്നാൽ ഇവിടെ ആരും എനിക്ക് വന്ന് ഭക്ഷണം തരില്ല. എനിക്ക് ജീവിക്കണം. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാവിന് മുന്നിൽ ഒരു വലിയ നിലയിലെത്തിയെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം, അവൾ ഉറപ്പിച്ചു. 8ാമത്തെ ദിവസം അവൾ കുളിച്ച് മുടി നന്നായി കെട്ടിവെച്ച് തൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളെല്ലാം ഒരു ഫയലിലാക്കി പുറത്തിറങ്ങി. നേരെ പോയത് ശേഖരൻ മുതലാളിയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ താൻ ചെയ്തു വന്ന അടുക്കളപ്പണി അവൾ അവസാനിപ്പിച്ചു. മുതലാളി, ഇതുവരെ തന്ന സഹായങ്ങൾക്ക് നന്ദി. ഇനി ഞാൻ ഈ പണിക്കില്ല. എനിക്കെൻ്റെ യോഗ്യതയ്ക്കുള്ള ജോലി കണ്ടെത്തണം എന്ന് വളരെ അന്തസ്സോടെ അവൾ പറഞ്ഞു. ശേഖരൻ മുതലാളിക്ക് അവളുടെ പെരുമാറ്റം കണ്ട് അത്ഭുതം തോന്നി. പാവമായിരുന്ന ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. അവൾ ടൗണിലേക്ക് വണ്ടി കയറി. അവിടെയുള്ള പല ഓഫീസുകളിലും കയറിയിറങ്ങി. ഡിഗ്രിക്ക് ഉയർന്ന മാർക്ക് ഉണ്ടായിരുന്നിട്ടും പെട്ടെന്നൊരു ജോലി കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. ചിലയിടങ്ങളിൽ നിന്ന് നിരാശയായിരുന്നു ഫലം. എന്നാൽ അവൾ പിന്മാറിയില്ല. ഒടുവിൽ ടൗണിലെ ഒരു പ്രമുഖ ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ് കമ്പനിയിൽ താൽക്കാലികമായി ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ജോലി അവൾക്ക് ലഭിച്ചു. ശമ്പളം വളരെ കുറവായിരുന്നെങ്കിലും അതവളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കമായിരുന്നു. ഓഫീസിലെ പണികൾ അവൾ വളരെ വേഗത്തിലും കൃത്യമായും ചെയ്തു തീർത്തു. അവളുടെ കഠിനാധ്വാനം മാനേജറുടെ ശ്രദ്ധയിൽപ്പെട്ടു. ടൗണിലെ ഒരു ചെറിയ ഹോസ്റ്റലിലേക്ക് അവൾ താമസം മാറി. എങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ സ്വന്തം ഗ്രാമത്തിലെ വീട്ടിൽ വന്ന് വിളക്ക് വയ്ക്കാൻ അവൾ മറന്നില്ല. ഒരു ശനിയാഴ്ച വൈകുന്നേരം അവൾ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ കവലയിൽ വെച്ച് അവൾ മനുവിനെ വീണ്ടും കണ്ടു. കൂട്ടുകാരോടൊപ്പം ബൈക്കിലിരിക്കുകയായിരുന്നു അവൻ. ഇഷാനിയെ കണ്ടതും അവൻ എഴുന്നേറ്റ് നിന്നു. പഴയ ഇഷാനിയാണെങ്കിൽ പേടിച്ച് തലകുനിച്ച് നടന്നേനെ. എന്നാൽ ഇന്നവൾ നേരെ മനുവിൻ്റെ കണ്ണിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ ആ പഴയ ഭദ്രകാളിയുടെ തീപ്പൊരി ഉണ്ടായിരുന്നു. ഇഷാനിയുടെ ആ ഭാവം കണ്ടതും മനു അറിയാതെ ഒരു പടി പുറകോട്ടു മാറി തല താഴ്ത്തി നിന്നു. അവളൊരു വിജയശ്രീയോടെ മുന്നോട്ട് നടന്നു. പക്ഷേ ഇഷാനിയുടെ ഈ വളർച്ച മനുവിനും വിശ്വനാഥനും അത്ര എളുപ്പം സഹിക്കാവുന്നതായിരുന്നില്ല. അവർ അവൾക്കെതിരെ പുതിയ കെണികൾ ഒരുക്കുന്നുണ്ടായിരുന്നു. നഗരത്തിലെ ഫിനാൻസ് കമ്പനിയിലെ ജോലി ഇഷാനിയുടെ ജീവിതത്തിന് പുതിയൊരു അച്ചടക്കവും താളവും നൽകി. രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുക, കമ്പ്യൂട്ടറിന് മുന്നിൽ ഫയലുകൾ കൃത്യമായി ടൈപ്പ് ചെയ്യുക, വൈകുന്നേരം ഹോസ്റ്റലിലേക്ക് മടങ്ങുക. ഇതായിരുന്നു അവളുടെ പുതിയ രീതി. ദാരിദ്ര്യവും പട്ടിണിയും ഒരു പരിധിവരെ മാറിയെങ്കിലും അവളുടെ മനസ്സിപ്പോഴും പൂർണ്ണമായി ശാന്തമായിരുന്നില്ല. ഏകാന്തത അവൾ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു.
അങ്ങനെ ഒരു ദിവസമാണ് ആ കമ്പനിയിലേക്ക് പുതിയ റീജിയണൽ മാനേജറായി വരുൺ എന്ന യുവാവ് ചാർജ് എടുക്കുന്നത്. ലണ്ടനിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ഉയർന്ന ബിരുദം നേടി തിരിച്ചെത്തിയ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയുടെ മകനായിരുന്നു അവൻ. കാണാൻ നല്ല സുന്ദരൻ, അതിലുപരി ജീവനക്കാരോട് വളരെ മാന്യമായി പെരുമാറുന്ന സ്വഭാവക്കാരൻ. വരുൺ ചുമതലയേറ്റ ആദ്യ ആഴ്ചയിൽ തന്നെ ഓഫീസിലെ എല്ലാ ജീവനക്കാരുടെയും ഫയലുകളും അവരുടെ പ്രവർത്തന മികവും പരിശോധിച്ചു. കൂട്ടത്തിൽ ഇഷായുടെ പെർഫോമൻസ് അവനേറെ ആകർഷിച്ചു. മറ്റുള്ളവർ ജോലി സമയത്ത് തമാശ പറഞ്ഞും ഫോൺ ഉപയോഗിച്ചും സമയം കളയുമ്പോൾ ഇഷാന് തൻ്റെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവൻ ക്യാമറയിലൂടെയും നേരിട്ടും നിരീക്ഷിച്ചിരുന്നു. ഒരു ദിവസം വൈകുന്നേരം എല്ലാവരും പോയ ശേഷം ഇഷാനി മാത്രം ഇരുന്ന് ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പൂർത്തിയാക്കുകയായിരുന്നു. വരുൺ അവളുടെ ക്യാബിന് അരികിലേക്ക് നടന്നു ചെന്നു. ഇഷാനി, ടൈം 5:30 കഴിഞ്ഞു. ഹോസ്റ്റലിൽ പോകേണ്ടേ? ബാക്കി വർക്ക് നാളെ ചെയ്യാം, വരുൺ സൗമ്യമായി പറഞ്ഞു. പെട്ടെന്ന് മാനേജറുടെ ശബ്ദം കേട്ട് ഇഷാനി ഞെട്ടി എഴുന്നേറ്റു. അത് സാർ, ഈ റിപ്പോർട്ട് നാളെ രാവിലെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് തീർത്തിട്ട് പോകാമെന്ന് കരുതി. അവളുടെ മറുപടിയിൽ വരുണിന് വലിയ ബഹുമാനം തോന്നി. അവളുടെ ഫയലുകൾ നോക്കി. അതിലുടനീളം അവളുടെ കഠിനാധ്വാനവും കൃത്യതയും വ്യക്തമായിരുന്നു. അവൾ വെറുമൊരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആകേണ്ടവളല്ലെന്നും അതിലും വലിയ പദവികൾക്ക് യോഗ്യയാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. ഗുഡ്, പക്ഷേ സ്വന്തം ആരോഗ്യവും നോക്കണം, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ആ പുഞ്ചിരി ഇഷായുടെ ഉള്ളിൽ ഒരു പ്രത്യേക ആശ്വാസം നൽകി. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ അവളോട് അത്രയും കരുതലോടും ബഹുമാനത്തോടും കൂടി സംസാരിക്കുന്നത്. ഇഷായുടെ കഴിവും ആത്മാർത്ഥതയും മനസ്സിലാക്കിയ വരുൺ അടുത്ത മാസത്തെ മീറ്റിംഗിൽ വെച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. ഇഷാനിയെ ഡാറ്റ എൻട്രിയിൽ നിന്ന് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന ഉയർന്ന തസ്തികയിലേക്ക് പ്രൊമോട്ട് ചെയ്തു. ശമ്പളം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. ഓഫീസിലെ മറ്റു ജീവനക്കാർക്ക് ഇതിൽ അസൂയ തോന്നിയെങ്കിലും ഇഷായുടെ കഠിനാധ്വാനം അറിയുന്നവർ അവളെ അംഗീകരിച്ചു. പുതിയ പദവി ലഭിച്ചതോടെ ഇഷാനിക്ക് സ്വന്തമായൊരു ക്യാബിൻ ലഭിച്ചു. അവൾക്ക് വരുണുമായി കൂടുതൽ അടുത്തിടപെടേണ്ടി വന്നു. ആ പരിചയം പതുക്കെ ഒരു നല്ല സൗഹൃദത്തിലേക്ക് വഴിമാറി. ഇഷായുടെ ഭൂതകാലത്തെക്കുറിച്ചോ അവളുടെ കുടുംബത്തെക്കുറിച്ചോ വരുൺ അധികം ചോദിച്ചില്ലെങ്കിലും അവളുടെ കണ്ണുകളിലെ ഏകാന്തത അവൻ തിരിച്ചറിഞ്ഞിരുന്നു. അതേസമയം ഗ്രാമത്തിൽ മനുവും വിശ്വനാഥനും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. മനുവിൻ്റെ ധൂർത്തും ലഹരി ഉപയോഗവും കാരണം അവരുടെ കുടുംബം കടക്കിണിയിലായി. ഇഷാനി നഗരത്തിൽ വലിയ ജോലി വാങ്ങി നല്ല നിലയിൽ ജീവിക്കുന്നുണ്ടെന്ന വിവരം വിശ്വനാഥൻ അറിഞ്ഞു. ഒരു ഞായറാഴ്ച ഇഷാൻ തൻ്റെ തറവാട്ട് വീട്ടിൽ വിളക്ക് വയ്ക്കാൻ വന്നതായിരുന്നു. വീട് വൃത്തിയാക്കി അവൾ ഇറങ്ങാൻ നേരം അപ്രതീക്ഷിതമായി വിശ്വനാഥൻ മാമൻ ആ പറമ്പിലേക്ക് നടന്നു വന്നു. അയാളുടെ ഭാവം വളരെ ദയനീയമായിരുന്നു. മോളെ, ഇഷാനി, അയാൾ വിളിച്ചു. ഇഷാനി തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്ത് യാതൊരു വികാരവുമില്ലായിരുന്നു. എന്താ മാമ ഈ വഴിക്ക്? അവൾ തണുത്ത ശബ്ദത്തിൽ ചോദിച്ചു. അതുപോലെ പഴയതൊക്കെ മറക്കണം. ഞങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റി. ഇപ്പോൾ വലിയ കടത്തിലാണ്. നിനക്ക് നഗരത്തിൽ നല്ല ശമ്പളമുള്ള ജോലിയുണ്ടെന്ന് അറിഞ്ഞു. ഈ വീടും പറമ്പും വിൽക്കാൻ ഞങ്ങളൊന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അല്പം പണം കടം തരണം. അയാൾ കൈകൂപ്പി. ഇഷാനി ഒരു ദീർഘശ്വാസം എടുത്തു. അവൾ വിശ്വനാഥന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ, ഞാനും മുത്തശ്ശിയും പട്ടിണി കിടന്നപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു മാമ? മുത്തശ്ശി മരുന്നില്ലാതെ മരിച്ചപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കിയോ? ഈ വീടും പറമ്പും എൻ്റെ അച്ഛൻ്റെ സമ്പാദ്യമാണ്. ഇതിലൊരു മണ്ണ് പോലും തൊടാൻ ഞാൻ നിങ്ങൾ അനുവദിക്കില്ല. പണത്തിൻ്റെ കാര്യം ഇനി മിണ്ടുക പോലും വരുത്. അവളുടെ ഉറച്ച മറുപടി കേട്ട് വിശ്വനാഥൻ്റെ മുഖം കറുത്തു. അയാളുടെ ഉള്ളിലെ ഭാവം മാറി.
നീ വലിയ പണക്കാരിയായെന്ന് കരുതി അഹങ്കരിക്കേണ്ട മോളെ. പെണ്ണായാൽ ഒതുങ്ങി ജീവിക്കണം. നിന്നെ എങ്ങനെ ഒതുക്കണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. തൻ്റെ നേർക്ക് പുതിയൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് ഇഷാനിക്ക് മനസ്സിലായി. പക്ഷേ പഴയതുപോലെ ഭയന്നോടാൻ അവൾ തയ്യാറായിരുന്നില്ല. അടുത്ത തിങ്കളാഴ്ച ഓഫീസിലെത്തിയപ്പോൾ ഇഷായുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. വിശ്വനാഥൻ മാമൻ തന്ന ഭീഷണി അവളുടെ ഉള്ളിൽ ചെറിയൊരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എങ്കിലും അവൾ അത് പുറത്ത് കാണിക്കാതെ ഫയലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു. ഈ സമയം വരുൺ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. വരുൺ തൻ്റെ ക്യാബിനിലിരുന്ന് ക്യാമറയിലൂടെ ഇഷാനിയെ നോക്കി. അവളുടെ മുഖത്ത് അസ്വസ്ഥതയും ഏകാന്തതയും അവൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ജോലിയിൽ എപ്പോഴും പൂർണ്ണമായി മുഴുകിയിരിക്കുന്ന ഇഷാനി ഇന്ന് എന്തിനോ വേണ്ടി വല്ലാതെ ആലോചിച്ചിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് വരുൺ അവളോട് ചില ഫയലുകളുമായി തൻ്റെ ക്യാബിനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഇഷാനി ഫയലുകളുമായി വരുണിന് മുന്നിലെത്തി. ഇഷാനി, ഈ പ്രൊജക്ട് ഡീറ്റെയിൽസ് എല്ലാം കൃത്യമാണ്. പക്ഷേ നിന്റെ മുഖം അത്ര ശരിയല്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വരുൺ വളരെ കരുതലോടെ ചോദിച്ചു. ഇഷാനി ഒന്ന് മടിച്ചു. സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങൾ ഓഫീസിൽ പറയേണ്ടതുണ്ടോ എന്നവൾ ചിന്തിച്ചു. എങ്കിലും വരുണിന്റെ കണ്ണുകളുടെ ആത്മാർത്ഥത കണ്ട് അവൾക്ക് കള്ളം പറയാൻ തോന്നിയില്ല. പ്രത്യേകിച്ചൊന്നുമില്ല സാർ. നാട്ടിൽ ചില കുടുംബ പ്രശ്നങ്ങളുണ്ട്. മാമനും കുടുംബവും അവർ എന്നെ അനാഥയാക്കി വിട്ടവരാണ്. ഇപ്പോൾ ഞാൻ ജോലി വാങ്ങി ജീവിക്കുന്നത് അവർക്ക് സഹിക്കുന്നില്ല. എൻ്റെ തറവാട് വീട് സ്വന്താക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇഷാനി തല താഴ്ത്തി പറഞ്ഞു. വരുൺ നിഷാനിയെ തന്നെ നോക്കി നിന്നു. ഒരു പെൺകുട്ടി ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയധികം പ്രതിസന്ധികളെ ഒറ്റയ്ക്ക് നേരിടുന്നത് അവനിന് അവളോട് വലിയ ബഹുമാനം ഉണ്ടാക്കി. ഇഷാനി, നീ ഒരു ശക്തമായ പെൺകുട്ടിയാണ്. നിന്റെ യോഗ്യതയും കഴിവും കൊണ്ടാണ് ഇന്ന് നീ ഈ നിലയിലെത്തിയത്. ആരുടെയും മുന്നിൽ ഭയന്ന് പിന്മാറരുത്. നിയമപരമായി ആ തറവാട് വീട് നിന്റേതാണ്. എന്ത് സഹായത്തിനും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാകും. വെറൊരു ബോസായിട്ടല്ല, ഒരു നല്ല സുഹൃത്തായി കണ്ട് നിനക്കെന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. വരുൺ ഉറപ്പു പറഞ്ഞു. ഒരു ശനിയാഴ്ച വൈകുന്നേരം ഇഷാനി ഹോസ്റ്റലിലേക്ക് മടങ്ങാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന വഴിയിൽ അപ്രതീക്ഷിതമായി 3 ആളുകൾ അവിടെ വഴി തടഞ്ഞു നിന്നു. അതിലൊരാൾ മനുവായിരുന്നു. മറ്റു 2 പേർ ടൗണിലെ അറിയപ്പെടുന്ന ഗുണ്ടകളായിരുന്നു. എന്താടി വലിയ നഗരത്തിലെ ഉദ്യോഗസ്ഥെ, പഴയതൊക്കെ മറന്നുപോയോ? മനു പരിഹാസത്തോടെ ചോദിച്ചു. വഴി മാറു മനു, ഇത് ഗ്രാമമല്ല, ആളുകൾ കൂടുന്ന ടൗണാണ്. ഞാൻ ബഹളം വെച്ചാൽ നീ നിന്റെ കൂട്ടുകാരും അകത്താകും. ഇഷാനി ധൈര്യം സംഭരിച്ച് പറഞ്ഞു. ബഹളം വെക്കാനോ? നീ ആരെ കാണിക്കാനാ ബഹളം വെക്കുന്നത്? നീ നഗരത്തിൽ വരുന്നവൻ്റെയും പോകുന്നവൻ്റെയും കൂടെ നടക്കുകയാണെന്ന് എൻ്റെ ഓഫീസിലും ഹോസ്റ്റലിലും ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. നാളെ നിൻ്റെ ഈ വലിയ ഗമയൊക്കെ തീരും. മനു ക്രൂരമായി ചിരിച്ചു. മനുവിൻ്റെ കൂട്ടാളികൾ ഇഷാനിയുടെ കയ്യിൽ ബലമായി പിടിക്കാനാഞ്ഞു. ഇഷാനി ഭയത്തോടെ പുറകോട്ട് മാറി. ആളുകൾ ചുറ്റും കൂടി നിന്നെങ്കിലും ആരും ഇടപെടാൻ തയ്യാറായില്ല. ഈ സമയം ആ വഴി വന്ന ഒരു കറുത്ത ലക്ഷറി കാർ പെട്ടെന്ന് ബ്രേക്കിട്ട് നിന്നു. അതിൽ നിന്ന് വരുൺ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവൻ നേരെ ചെന്ന് ഇഷയുടെ കയ്യിൽ പിടിക്കാൻ നോക്കിയ ഗുണ്ടയുടെ കൈ തട്ടിമാറ്റി അവനെ ദൂരേക്ക് തള്ളി. ആരാടാ നിങ്ങൾ? എൻ്റെ ഓഫീസിലെ സ്റ്റാഫിന് നേരെ കയ്യൊങ്ങാൻ നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്? വരുണിന്റെ ശബ്ദം ആ തെരുവിൽ മുഴങ്ങി. വരുണിന്റെ ആ പെട്ടെന്നുള്ള വരവും അവന്റെ ഭാവവും കണ്ട് മനുവും കൂട്ടരും ഭയന്നു. നഗരത്തിലെ വലിയൊരു ബിസിനസ്സുകാരന്റെ മകനാണ് വരുൺ എന്ന് അവർക്കറിയില്ലായിരുന്നു. സാറേ, ഇത് ഞങ്ങളുടെ കുടുംബകാരിയാണ്, ഇവളെന്റെ പെണ്ണാണ്, മനു വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇവൾ നിങ്ങളുടെ ആരുമല്ല. ഇഷാനി എൻ്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥയാണ്. ഇനി ഇവിടെ നിഴൽ പോലും നിങ്ങൾ പിന്തുടരരുത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ.
ഇല്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് നിങ്ങളെല്ലാവരെയും ഞാൻ അഴിക്കുള്ളിലാക്കും. വരുൺ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. കമ്മീഷണറുടെ പേര് കേട്ടതും മനുവും കൂട്ടരും പേടിച്ചരണ്ട് അവിടെ നിന്ന് ഓടിമറഞ്ഞു. ഇഷാനി പേടിയോടെയും വിറയലോടെയും വരുണിനെ നോക്കി നിന്നു. വരുൺ അവളുടെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. പേടിക്കണ്ട ഇഷാനി, ഞാൻ ഉണ്ടല്ലോ കൂടെ. അവൾ വരുണിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ചുറ്റുമുള്ള ചതിക്കുഴികളിൽ നിന്നും തന്നെ രക്ഷിക്കാൻ വന്ന ആ കാവൽ മാലാഖയോട് അവൾക്ക് പ്രണയമാണോ ബഹുമാനമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വികാരം ആ നിമിഷം അവളുടെ മനസ്സിൽ മുട്ടിട്ടു. അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോറിയുടെ 3, 4, 5ാമത്തെ പാർട്ടും ഒരുമിച്ച് റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ ഇത്. കാരണം ഓരോ പാർട്ടിനും കുറച്ച് ലെങ്തേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ ഇതുപോലുള്ള സ്റ്റോറീസ് ഇനി നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.